അപ്പോൾ സ്ക്വയർ ഫീറ്റിന് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞൊരു വർക്ക് എടുക്കുകയാണെങ്കിൽ അത് മണ്ടത്തരാണ്. കേസ്മാൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലൈസൻസിനെ സമീപിച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിലെ ഈ ചിട്ടികെട്ടലൊക്കെ ഒഴിവാക്കാം. കോൺട്രാക്ടറെ സമീപിച്ച് വെച്ചാണ് നമ്മളൊരു വർക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ സ്കില്ല് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഒരു എൻജിനീയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് തൊട്ട് ഫൗണ്ടേഷൻ സ്റ്റേജ് തൊട്ട് ഫിനിഷിങ് വരെ എന്ത് കാര്യത്തിലും അതിൻ്റെ ഒരു ആ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ആ വർക്കിനും കൂടി എത്തും. ഒരു സാധാരണക്കാരന് വീട് പണിയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതൊരു സിവിൽ എഞ്ചിനീയറെ ഏൽപ്പിക്കുന്നത് എത്രത്തോളം ഗുണകരമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഏൽപ്പിച്ചത് കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള മെച്ചങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. ഇന്ന് പല ആളുകളും വീട് പണിയുമ്പോൾ ആദ്യം നമ്മളോടായാലും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റിന് എത്ര ആശ എന്നാണ് ആദ്യം ഒരു ക്ലയൻറ്റ് ചോദിക്കുന്നത്. അപ്പോൾ സ്ക്വയർ ഫീറ്റിന് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞൊരു വർക്ക് എടുക്കുകയാണെങ്കിൽ അത് മണ്ടത്തരാണ്. ഒറ്റ വാക്കിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഒരു 16 ലക്ഷത്തിനും പണിയാം, 20 ലക്ഷത്തിനും പണിയാം. ബേസ്ഡ് ഓൺ പ്ലാനാണ്. നമ്മുടെ പ്ലാൻ വരയ്ക്കുമ്പോഴാണ് നമ്മുടെ ബഡ്ജറ്റിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽസിൽ ആ ക്വാളിറ്റി അങ്ങനെ മാറ്റി എന്ന് പറഞ്ഞിട്ട് അതിൽ ടോട്ടൽ കോസ്റ്റിൽ സേവ് ചെയ്യാൻ പറ്റില്ല. ടോട്ടൽ കോസ്റ്റ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്ലാൻ വരയ്ക്കണ എഞ്ചിനീയർ തന്നെ അത് തീരുമാനിക്കണം. കാരണം ഓരോ ഇത് വരയ്ക്കുമ്പോഴും നമ്മൾ എത്ര കോസ്റ്റ് വരുന്ന തന്നെ ബഡ്ജറ്റ് കണ്ടിട്ട് തന്നെ നമ്മൾ പ്ലാൻ വരയ്ക്കണം. അപ്പോൾ ഒരു സാധാരണക്കാരൻ വീട് പണിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എഞ്ചിനീയർ തന്നെ സമീപിക്കണം. എന്നാലാണ് അവർക്ക് ബേസ് തൊട്ടുള്ള എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ ബഡ്ജറ്റ് ഇതിലേക്ക് കൊണ്ടുവരാനും പറ്റുള്ളൂ. അതുപോലെ കെട്ടിട നിർമ്മാണത്തിന് അനുമതി കിട്ടാനായിട്ട് നമ്മളിപ്പം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കുകൾ നടത്തേണ്ടത്? 2025 ഏപ്രിൽ മുതൽ ഈ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കേസ്മാർട്ടായുണ്ട്. കേസ്മാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലൈസൻസിനെ സമീപിച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിലെ ഈ ചിട്ടികെട്ടലൊക്കെ ഒഴിവാക്കാം. ഉടനടി അവർക്ക് കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതന്നെ ഒരു വലിയൊരു പോസിറ്റീവ് കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ അടുത്താണ് പെർമിറ്റിന് വരുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പെർമിറ്റ് എടുത്ത് കൊടുക്കും. പിറ്റേ ദിവസം കൊണ്ട് കൺസ്ട്രക്ഷൻ തുടങ്ങാം. പണ്ടത്തെ പോലെ 3 ആഴ്ച 4 ആഴ്ച ഒന്നും പിടിക്കില്ല പെർമിറ്റ് കിട്ടാൻ. ഓൺ ദി സ്പോട്ട് പേയ്മെൻറ്റ് വരെ നമുക്ക് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യാം. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് പെർമിറ്റ് കിട്ടുകയും ചെയ്യും. അതിന് എന്തൊക്കെ രേഖകളാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്ലാൻ ഫൈനലാവണം. പിന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റ്, നികുതി അടച്ചത്, ആധാരത്തിൻ്റെ ഒരു സെറ്റ് കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, ഇത്രയൊക്കെയാണ് നമുക്ക് പെർമിറ്റ് എടുക്കാനായിട്ട് വേണ്ടു. നമ്മളിപ്പം ഫസ്റ്റ് ഒരു പ്ലാൻ വരയ്ക്കാൻ വേണ്ടി സിവിൽ എഞ്ചിനീയറെ സമീപിച്ചു, നമുക്ക് പ്ലാനൊക്കെ കിട്ടി, നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് വെക്കുക. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ പ്രോസസ്സുകൾ, ജോലികൾ നടക്കുന്ന സമയത്ത് ഒരു സിവിൽ എഞ്ചിനീയറുടെ സൂപ്പർവിഷൻ അവിടെ അത്യാവശ്യമാണോ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഒരു കോൺട്രാക്ടറെ സമീപിച്ച് വെച്ചാണ് നമ്മളൊരു വർക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ സ്കില്ല് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഒരു എൻജിനീയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് തൊട്ട് ഫൗണ്ടേഷൻ സ്റ്റേജ് തൊട്ട് ഫിനിഷിങ് വരെ എന്ത് കാര്യത്തിലും അതിൻ്റെ ഒരു ആ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ആ വർക്കിലും കൂടി എത്തും. അതാണ് നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ അതാണ് നമ്മൾ കണ്ടേക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു രീതിയാണ്, നമ്മൾ ചിലപ്പോൾ ആദ്യം ഒരു ചെറിയ വീട് വെക്കും, പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോഴായിരിക്കും ആ വീടിന് മുകളിലേക്ക് ഒരു നില കൂടി പണിയുക, അല്ലെങ്കിൽ അതിലൊരു റിനോവേഷനൊക്കെ നടത്തുക എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുക. ആ സമയത്ത് നമ്മൾ പഞ്ചായത്തിൻ്റെ അനുമതിയോ അങ്ങനെയൊക്കെ എടുക്കേണ്ടത് എന്താണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്? ശരിക്കും നമ്മൾ പിന്നീട് ഒരു വീട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ പ്ലാൻ ആദ്യമേ വരയ്ക്കുമ്പോൾ തന്നെ ഭാവിയിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണ പ്ലാനും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതനുസരിച്ച് അതിനും കൂടി കണക്കാക്കിയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ മേളിലേക്കൊക്കെ കൂട്ടിയെടുക്കുകയാണെങ്കിലൊക്കെ നമ്മൾ പെർമിറ്റ് എടുക്കണം എന്നാണ് ഏറ്റവും നല്ല കാര്യം.